ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വാഹനങ്ങളിലെ എയർ ഫിൽറ്റർ മാറുന്നതിനെ പറ്റിയാണ്. ഇത്രായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാഹനങ്ങളിലെ എയർ ഫിൽറ്റർ ഉറപ്പായി മാറണം. ഇത് മാറിയാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ മൈലേജ് കൂടും. കാരണം ഫ്രഷ് എയർ അകത്ത് പോയി കഴിഞ്ഞാൽ ഫ്യൂൽ എഫിഷ്യൻസി കൂടും. അപ്പോൾ എല്ലാ വണ്ടിക്കും ഇത്രായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ മാറിയിരിക്കണം. കിലോമീറ്റർ ഓടിയില്ലെങ്കിൽ പോലും മാസങ്ങളായിട്ട് വണ്ടി എടുക്കാതിരിക്കുന്നവരാണെങ്കിലും ഈ ഫിൽറ്റർ മാറിയിരിക്കണം. കാരണം നമുക്കറിയാൻ പറ്റില്ല. ഈ ഫിൽറ്റർ മാറിയാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ എഫിഷ്യൻസി ഹൈ ആവും. കാരണം കുറച്ച് ഫ്യൂൽ ആവശ്യമായി വരുന്നേ ഉള്ളൂ എഞ്ചിനകത്ത്. അതായത് നല്ല എയർ, ഫ്രഷ് എയർ എഞ്ചിനിലേക്ക് എത്തുകയാണെങ്കിൽ കുറച്ച് മാത്രം ഫ്യൂലിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതല്ല ഫിൽറ്റർ അടഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ല പോലെ എയർ എഞ്ചിനിലേക്ക് എത്തില്ല. അങ്ങനെ എത്താതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂല് അധികമായിട്ട് വേണ്ടി വരും ഇത് പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് എയർ ഫിൽറ്റർ മാറുക. ഇപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് എയർ ഫിൽറ്റർ മാറുന്നതിനെ പറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിന് മുന്നേ ഒരു 8 മിനിറ്റ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് വീഡിയോ ചെയ്തത്. അതുകൊണ്ട് പെട്ടെന്ന് ആർക്കും അത് മനസ്സിലായിട്ടില്ല. സോ അതുകൊണ്ടാണ് എയർ ഫിൽറ്റർ മാറുന്നതിനെ പറ്റി സിംഗിളായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ഇതാണ് എയർ ഫിൽറ്റർ. ഇത് എങ്ങനെയാണ് ഇളക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും എങ്ങനെയാണ് ഇളക്കിയെടുക്കുന്നതെന്ന്. ഇത് ഇളക്കിയെടുക്കുമ്പം എൻ്റെ വണ്ടിയിലെ ഫിൽറ്റർ ഈ കോലമാണ്. ഏകദേശം 7000 കിലോമീറ്ററിന് മേലോടി ഈ ഫിൽറ്റർ മാറിയതിന് ശേഷം. അപ്പം ഈ ഫിൽറ്റർ ഈ കോലമായി. അപ്പോൾ ഇത് മാരുതി സുസുക്കിയുടെ ജെനുവിൻ ഓതറൈസ്ഡ് ഷോപ്പിൽ നിന്ന് മേടിച്ച എയർ ഫിൽറ്ററാണ്. നിങ്ങൾ ഏതെങ്കിലും ഒറിജിനൽ ഫിൽറ്റർ തന്നെ ഇടാൻ ശ്രമിക്കുക. നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് തമ്മിലുള്ള വ്യത്യാസം, പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്രമാത്രം ഡസ്റ്റെല്ലാം കയറിയിരുന്നതായിരുന്നു പഴയൊരു ഫിൽറ്റർ. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ മാറുക. നിങ്ങൾക്ക് തന്നെ ഇളക്കാവുന്നേ ഉള്ളൂ. ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവറും ഒരു പ്ലെയർ മാത്രം മതി ഇത് ഇളക്കി പുതിയത് ഫിറ്റ് ചെയ്യാൻ. പുതിയ ഫിൽറ്റർ വെക്കുമ്പോഴത്തേക്ക് ഈ ബോക്സ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിടുക. ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അത് ചെറിയൊരു നനഞ്ഞ തുണി ഉപയോഗിക്കാതിരിക്കുക. സാധാ ഡ്രൈ ആയിട്ടുള്ള തുണി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം വേണം പുതിയ ഫിൽറ്റർ അതിനകത്ത് വെക്കാൻ. ഇതിന് നമുക്ക് പൊസിഷനുണ്ട്. അപ്പം ഇതിൻ്റെ പുറത്തൊരു ഫിൽറ്ററിൻ്റെ പുറത്തൊരു റബ്ബർ ബൂട്ട് വരുന്നുണ്ട്. അത് ടോപ്പിൽ വരത്തക്ക രീതിയിൽ, സീറ്റിംഗ് ആക്കത്തക്ക രീതിയിൽ വേണം ഇത് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ ഏകദേശം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഈ ഫിൽറ്റർ വെക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ക്യാമറ പിടിക്കാൻ വേറെ ആൾക്കാരില്ലാത്തതുകൊണ്ട് ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് വീഡിയോയിൽ വരുന്നുണ്ട്. ഇപ്പം താഴോട്ട് നീണ്ടിരിക്കുന്ന ഭാഗം അടിഭാഗത്ത് വരത്തക്ക രീതി വേണം നമ്മൾ ഫിൽറ്റർ വെക്കാൻ. അങ്ങനെ ഫിൽറ്ററൊക്കെ കറക്റ്റായിട്ട് വെച്ചു. പിന്നെ അതിനകത്തൊരു ഹോസ് പിടിപ്പിക്കാനുണ്ട്. ആ ഹോസിൻ്റെ പുറത്ത് ക്ലിപ്പും ഉണ്ട്. ഒരു സൈഡിൽ 2 ക്ലിപ്പും ഒരു ലോക്കുമാണ് വരുന്നത്. ഈ വീഡിയോ കാണുന്ന പോലെ അകത്തെ ഭാഗം ആ ലോക്കിനകത്ത് കയറ്റി വെച്ചിട്ട് ഫ്രണ്ടിൽ 2 ക്ലിപ്പ് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ക്ലിപ്പ് പ്രസ് ചെയ്താൽ മതി, ലോക്ക് ആയിക്കോളും. അതിനുശേഷം ഹോസിൻ്റെ പുറത്ത് വരുന്ന സ്ക്രൂ ടൈപ്പ് ക്ലിപ്പാണ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, സംഭവം പരിപാടി കഴിയും. അതിനുശേഷം നിങ്ങൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക. എൻ്റെ ഈ വണ്ടിക്ക് മിസ്സിങ് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഫിൽറ്റർ ഇളക്കി നോക്കിയതും സംഭവം മനസ്സിലായത്. പിന്നെ മിസ്സിങ് വരാൻ വേറെയും കാര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു സ്പാർക്ക് പ്ലഗ്. കാരണം സ്പാർക്ക് പ്ലഗ് റീസെൻ്റ്ലി മാറിയതുകൊണ്ട് എനിക്കത് മാറേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പം ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ടാങ്കിൻ്റെ അടുത്ത് വരുന്ന ഫ്യൂൽ ഫിൽറ്റർ അതും കൂടി മാറിയാൽ പെർഫെക്റ്റ് ആവും. കാരണം ആ മാറിയത് എത്ര കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണെന്ന് നോക്കുക. കാരണം ടാങ്കിൻ്റെ അവിടെ വരുന്ന ഫിൽറ്റർ 1000 കിലോമീറ്ററോട് മാറേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.